ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. കാലഭേദങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വിവേചന ബുദ്ധിയോടുകൂടെ പറയുന്ന ആളുകളെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 54-59 തിരുവചനങ്ങളിലൂടെ ഈശോ വ്യാഖ്യാനിക്കുകയാണ്. എന്നാൽ അവിടുന്ന് ഒരു വിമർശനവും കൂടി പറയുന്നുണ്ട്. ഇപ്രകാരം നിങ്ങൾ പ്രവചിക്കുമ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തുകൊണ്ട്? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് യെസ് മൂളിക്കൊണ്ട്, നമ്മുടെ നാട്ടുഭാഷയിൽ പറയുമ്പോൾ ഏറാൻ മൂളിക്കൊണ്ട് പോകുന്നു. പക്ഷേ ഇന്ന് ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്താതെ സത്യത്തിന് നീതിക്കും വേണ്ടി ഞാനോ മറ്റുള്ളവരോ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അന്യായമായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നാണ് ഈശോ ചോദിക്കുന്നത്. നിന്റെ പ്രതിയോഗിയെ വിമർശിച്ചുകൊണ്ട് വിധി പ്രസ്താവനത്തായി നീ അവനെ കൊണ്ടുപോകുമ്പോൾ നിനക്കെതിരായിട്ടുള്ള വിധി പ്രസ്താവം കടന്നു വരുന്നത് നീ അറിയുന്നില്ല. പക്ഷേ ഇവിടെ ഇന്ന് കാണുന്നത്, എനിക്കെതിരായിട്ടുള്ള വാദിയെ, അവനെ തകർത്ത് ഇല്ലാതാക്കാൻ വാദി എന്നെ പ്രതിയാക്കുമ്പോൾ പ്രതിയോഗിയായ ഞാൻ വേറെ ഊടുവഴികളിലൂടെ ന്യായാധിപന്മാരെ സ്വാധീനിച്ചുകൊണ്ട് എൻ്റെ തെറ്റിനെ ഞാൻ മറച്ചു വെച്ചുകൊണ്ട് എൻ്റെ വാദിയുടെ തെറ്റ് അത് ഉയർത്തിക്കാട്ടി അവനെ നിശിതമായി ഇല്ലായ്മ ചെയ്യുക, നശിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെ മനുഷ്യരെ ഇല്ലായ്മ ചെയ്ത് ഈ ഭൂമുഖത്ത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജീവിച്ചിട്ട് സ്വർഗം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? യേശു അതാ പറഞ്ഞത്, എന്നെ ദൈവസന്നിധിയിൽ നിഷേധിക്കുന്നവനെ ഞാനും നിഷേധിക്കും. നിൻ്റെ അധരങ്ങൾ കൊണ്ട് എന്നെ ഏറ്റുപറഞ്ഞാൽ ഞാനും ഏറ്റുപറയും. ഒരു പരിശുദ്ധാത്മാവാണ് നമുക്ക് ബോധ്യം നിങ്ങൾ നൽകുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുകയോ എതിരായി പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആത്മനാശം തന്നെയാണ്. അതുകൊണ്ട് കാലഭേദങ്ങളെ വിവേചിക്കുന്നതിനോടൊപ്പം ഈ കാലഘട്ടത്തിൻ്റെ തെറ്റായ നയങ്ങളെ മനസ്സിലാക്കി അത് സ്വഭാവശുദ്ധിയോടെ പ്രതികരിക്കുവാനായിട്ട് പരിശ്രമിക്കുക, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.